ഭാരതത്തിലെ, കേരളത്തിലെ, തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന് ഈ ദിവസങ്ങളിൽ തോന്നുന്ന ചില ആശങ്കകളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ചു, ഞാൻ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ആശങ്കകളാണ്. പ്രത്യേകിച്ച് FCRയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ വന്നപ്പോൾ ഞാൻ CBCA പ്രസിഡൻ്റായിരുന്ന നിലയിൽ ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ചു ചോദിക്കുകയും അവർ അത് വിദഗ്ധരുമായി ആലോചിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന FCRA ബില്ല് അത് ക്രൈസ്തവർക്ക് ഒരുപാട് ആശങ്കകൾ വരുത്തുന്നതാണെന്നാണ് വിദഗ്ധരത് പഠിച്ചവർ പറഞ്ഞത്. പിന്നെ അത് CBCI തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആശങ്ക മുൻ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പഠിച്ച് വിദഗ്ധരായിട്ടുള്ള വക്കീൽമാരെ തന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇത് സന്നദ്ധ സംഘടനകൾക്കടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ആനുപാതികമായി, വളരെ ചെറിയ ന്യൂനപക്ഷമായ ആനുപാതികമായ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹമാണ് ക്രൈസ്തവർ. അതുകൊണ്ട് പണ്ട് കാലത്ത് ക്രൈസ്തവർക്ക് പലപ്പോഴും പുറത്തുനിന്ന് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പുറത്തുനിന്ന് വന്ന ഇത് ഇന്നു മുതലല്ല, വർഷങ്ങൾ, നൂറ്റാണ്ടുകളായി തന്നെ പുറത്തുനിന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവർ കിട്ടുന്നതൊക്കെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സ്കൂൾ തുടങ്ങാൻ, ചിലപ്പോഴൊക്കെ പള്ളി തുടങ്ങാൻ, അല്ലെങ്കിൽ അനാഥാലയങ്ങൾ തുടങ്ങാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തുനിന്ന് സംഖ്യ കിട്ടിയിട്ടുണ്ട്. അത് ആ സംഖ്യ, പുറത്തുനിന്ന് കിട്ടിയ സംഖ്യ മാത്രമല്ല, അതിൻ്റെ ഇരട്ടി, ഒരുപാട് ഇരട്ടി നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത അല്ലെങ്കിൽ പള്ളിയുടെ സ്വത്തുക്കൾ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അനാഥാലയങ്ങളും പള്ളികളും സ്കൂളുകളും ആതുര സേവന സ്ഥാനം ആശുപത്രികളൊക്കെ പണിതിട്ടുള്ളത്. അതിൽ കുറച്ച് പൈസ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ FCRA, ഒരുപാട് പേരുടെ FCRA ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ. അതിലൊരു നല്ല ശതമാനം ക്രൈസ്തവരുടെയാണ്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് FCRAയുടെ പെർമിഷൻ അത് റിന്യൂ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ അത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ആരാണ്? മിക്കവാറും അല്ല, ഒരു ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോമ ശരി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും FCRA ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാത്തത്. അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ FCRA റിന്യൂ ചെയ്യാതിരിക്കുകയോ അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുകയോ എന്ത് ചെയ്താലും പുറത്തുനിന്ന് FCRA വഴി കാശ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളോ പ്രസ്ഥാനങ്ങളോ അവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനായിട്ടുള്ള ഒരു പുതിയ നിയമം, അത് എല്ലാവർക്കും ആശങ്കയുള്ളതാണ്. ഇതിൽ വളരെയേറെ ആശങ്കയുള്ളത് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കാണ്. കാരണം ക്രൈസ്തവ സ്ഥാപനങ്ങൾ പലതും ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവർക്കുണ്ട്, മറ്റു മതത്തിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് ഈ ആശങ്ക, ഈ പുതിയ ബിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, വിദഗ്ധർ, വക്കീൽമാർ പറഞ്ഞു, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം എതിരാണ്, മതേതര രാഷ്ട്രത്തിനെതിരാണ്, ഇത് മറ്റേ വ്യക്തികളുടെ, പൗരന്മാരുടെ അവകാശത്തിനെതിരാണ്. ഏതെങ്കിലും കാരണവശാൽ FCRA റിന്യൂ ചെയ്തില്ലെങ്കിൽ പല വിധത്തിൽ പുറത്തുനിന്ന് കാശ് കിട്ടിയും നാട്ടിൽ കിട്ടിയും സ്ഥാപനം വസ്തുവാഹകൾ, സ്ഥാപന ജംഗമ വസ്തുക്കൾ അത് പിടിച്ചെടുക്കാനും, അത് വേറെ ഒരു പ്രത്യേകം, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ പുതിയ ബില്ലനുസരിച്ച് ഒരു വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ബോഡി, ഏതാണ് അതിന്, ഒരു പ്രത്യേക അതോറിറ്റിക്ക് കൊടുത്ത് അവർക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം അങ്ങനെ വരുന്നത് ഇന്ത്യയുടെ പൗരത്വത്തിന് അല്ലെങ്കിൽ മതേതരത്തിന് അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ, മതേതരമായ രീതിയിൽ, ഭരണഘടനപരമായ രീതിയിൽ ഒത്തിരി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിച്ചത്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയകാര്യമായിട്ട് ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം നിശ്ചയിക്കുമ്പോഴേ സഭകളുമായിട്ട് ആലോചിച്ചിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതും സഭാ നേതൃത്വം അറിഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അങ്ങനെ പതിവില്ല, ആവശ്യമില്ല, ചെയ്യേണ്ടതല്ല, ഒരാളായിട്ട് ചർച്ച നടത്തിയിട്ടില്ല.
നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞു, മാധ്യമ പ്രവർത്തകർ അറിഞ്ഞു. വിശുദ്ധ വാരാചരണം എന്ന് പറയുന്നത് ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന ദിവസങ്ങളാണല്ലോ. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനും അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ലൈസൻസ് പലരുടെയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അതിരൂപതയിൽ എന്തുമാത്രം തൃശ്ശൂരത്തെ അതിരൂപതയുടെ FCR കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റഡ് ആണ്, റിന്യൂഡ് ആണ്. എന്നാൽ ചില സ്ഥാപനങ്ങളുടെ ഇപ്പോഴും ഉണ്ട്. അച്ഛനാണ് ഇതിന്റെ ചാർജ്. അതായത് FCR ക്യാൻസൽ ചെയ്യുന്നത് എല്ലാ റിന്യൂവലിന് അപേക്ഷിക്കുമ്പോൾ റിന്യൂവൽ തരാതിരിക്കുന്നത് എന്തെങ്കിലും വയലേഷൻ കാരണം കൊണ്ട് മാത്രമല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ഫണ്ടൊന്നും കിട്ടിയിട്ടില്ല. വിദേശത്ത് നിന്ന് ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് ഫണ്ട് തന്നാലേ നമുക്ക് കിട്ടുള്ളൂ. നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ആരുടെയും കയ്യിൽ ഫണ്ട് കിട്ടിയാൽ നമുക്ക് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. അപ്പോൾ റിന്യൂ ചെയ്യാത്തതിന് അങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. അല്ലാതെ നിങ്ങളുടെ അക്കൗണ്ട് ശരിയല്ലാത്തത് കൊണ്ടോ അതിലെന്തെങ്കിലും വയലേഷൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല ചെയ്യാതെ. ഇനി ഒരു സ്ഥാപനം നടന്നു വരുന്നു, ഇനി അതിന് വിദേശത്ത് ഫണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല, നമ്മൾ വോളണ്ടറിലി അത് വേണ്ട എന്ന് വെച്ചു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റൂളിൽ അതും ഒരു ഒഫൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും പ്രീവിയസ് ആയിട്ട് കിട്ടിയിട്ടുള്ള FCR സംഭാവനകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആസ്തികൾ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പൈസ അയക്കുന്നത് ഫോറിനേഴ്സ് മാത്രമല്ല, ഇവിടെ നിന്ന് നമ്മുടെ ആളുകൾ പുറത്തു പോയിട്ടുള്ളവർ അവർ അവിടുത്തെ സിറ്റിസൺ അല്ലെങ്കിൽ റെസിഡൻറ്റോ PR അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും സഭയോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക ഇന്ത്യൻസ് അവിടെ പോയി അവിടെ നിന്ന് അയക്കുമ്പോൾ അതും ഫോറിൻ മണി ആയിട്ട് തന്നെ ചിലത് വരും. ചിലത് NRI ആയിട്ട് വരുന്നു, ചിലത് ഫോറിൻ മണി ആയിട്ട് വരുന്നു. ഫോറിൻ മണി ആയിട്ട് അവർ അയച്ചാൽ പിന്നെ ഈ നിയമത്തിൽ പുതിയ അതോറിറ്റിക്ക് അത് പിടിച്ചെടുക്കാനുള്ള അവകാശം കൊടുക്കുന്ന ബില്ലാണെന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. FCRക്ക് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുന്ന ഒരു സാധനമാണത്. കാരണം എല്ലാ മാസവും അതിൽ വരുന്ന ഇതിൻ്റെയും റിട്ടേൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺസിന് പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിന് എല്ലാ വർഷവും സെപ്പറേറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അവരുടെ IBയുടെ എൻക്വയറികൾ റൊട്ടീനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ അതിൽ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ റെഗുലേഷൻ ശരിക്കും വയലേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോട് കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂള് പണ്ടുണ്ടായിരുന്ന പലതും പിടിച്ചടക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം അതിലുണ്ടെന്നുള്ള രീതിയിലാണ്. അത് കുറച്ചും കൂടിയും ഒരു ക്രൈസ്തവ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് സംശയിക്കപ്പെടാൻ കാരണം പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ വിഷയം മതപരിവർത്തനമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്കറിയാം, ഈ ഇന്ത്യയുടെ ഭരണഘടന വളരെ മനോഹരമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും അതിയാൾ മനോഹരമായ ഭരണഘടനയുണ്ട്. എന്നാൽ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആ പുതിയ നിയമം ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ളവർ ക്രൈസ്തവർ തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം പാടില്ല. നിങ്ങൾക്കറിയാം, നേരത്തെ ഇന്ത്യയിൽ 2.7% ക്രൈസ്തവരുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് 2.3%. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ ക്രൈസ്തവർ വളരെയേറെ കുറഞ്ഞു. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ അല്ലെങ്കിൽ മതപരിവർത്തന നിരോധനത്തിൻ്റെ പേരിലാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ കൂടേണ്ടതല്ലേ, കുറയാണ്. അപ്പോൾ ഈ മതപരിവർത്തന നിരോധന നിയമം എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും ബോധ്യപ്പെട്ട് മതത്തിൽ ചേരുകയാണെങ്കിൽ അതിപ്പോൾ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇപ്പോൾ കോടതി വിധി വന്നു, കാരണം ക്രൈസ്തവർക്ക് ദളിതാകാൻ പാടില്ല. അങ്ങനെ ഒരു കോടതി വിധി വന്നു. അതൊരു ഈക്വൽ റൈറ്റ്സിനെതിരല്ലേ? ക്രൈസ്തവരും ദളിതരും ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ ദളിതരായിട്ടുള്ളവരില്ലേ? പക്ഷെ ക്രിസ്ത്യാനി ആണെങ്കിൽ ദളിതൻ്റെ അവകാശമില്ല എന്ന് പറയുന്ന കോടതി വിധി അടക്കം കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയതാണ്. അത് അനുസരിച്ചുകൊണ്ട് ചില ആ പറഞ്ഞു 100% ശരിയാണ്. FCRയെ കുറിച്ച് കൃത്യമായ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഭയുടേതായിട്ടുള്ള ആശങ്കകൾ ഇതുമായി ബന്ധപ്പെടുത്തുകൊണ്ട് സർക്കാർ
ഉന്നയിച്ചിരുന്നു. അതിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? സർക്കാരിന് ഈ നിയമം പുതുതായിട്ട് അവതരിപ്പിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. പിന്നെ അതിനനുസരിച്ചിട്ട് ഇത് ആദ്യം തന്നെ ഈ നിയമം എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചു തുടങ്ങി. ഈ ദിവസങ്ങളിലാണ് CBCI തന്നെ പഠിച്ചത്. ഞാൻ തന്നെ ഈ ദിവസങ്ങളിലാണ് എന്താണെന്ന് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചു വരുമ്പോഴേക്കും ഇത് എത്രയും വേഗത ബില്ലാക്കി അവതരിപ്പിച്ചത് പാസ്സാക്കി എടുക്കുകയാണെങ്കിൽ, അറിഞ്ഞപ്പോഴല്ലേ നിങ്ങളോടുകൂടി ഈ ആശങ്ക ഇപ്പോഴല്ലേ പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച അവതരിപ്പിച്ചു. അപ്പോഴാണ് അറിയുന്നത്. അത് ഉടനെ തന്നെ നിയമമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പലർക്കും ഇവിടെ ജീവിക്കാൻ, കാരണം ഇതുവരെ ഉണ്ടായിരുന്ന പല സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ള ക്ലോസുകൾ അതിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആശങ്കയുണ്ട്. ഒന്നതൊരു അപ്രതീക്ഷിതമായിരുന്നു. രണ്ട്, നമ്മളുടെ കേരള സംസ്ഥാനത്തെ MP-മാരൊക്കെ പലരും ഇവിടെ നാട്ടിലാണ് ഇലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു ഒളിച്ചു കടത്താനുള്ളൊരു സൂത്രം അതിൻ്റെ ഉള്ളിലുണ്ട്. ബംഗാൾ പല MP-മാരും പാർലമെന്റിൽ ഹാജരല്ലാത്ത നേരത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. അല്ല, അത് വേറെയാണ്. ഈ FCR മതപരിവർത്തന നിരോധന ദിനം പലപ്പോഴും ദുരുപയോഗിക്കുന്നത് കാണുന്നു. ഒന്ന്, അതിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളപ്പോൾ അങ്ങനെ ഒരു നിയമത്തിൻ്റെ ആവശ്യകതയുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ അത് ചോദ്യം ചെയ്യുന്നില്ല. കാരണം നിർബന്ധ പരിവർത്തന ക്രൈസ്തവരെല്ലാവരും എതിരാണ്. പിന്നെ ഒരാൾ സ്വന്തം മനസ്സാക്ഷിയിൽ തനിക്ക് ചേരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കാൻ ഭരണഘടന അനുവദിക്കുമ്പോൾ അത് പ്രസംഗിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ നിർബന്ധിച്ച് ഫോഴ്സ്ഡായിട്ട് ഒരാളെ മാനസാന്തരപ്പെടുത്താൻ അല്ല, കണക്ട് ചെയ്തല്ല. FCR അതുപോലെ മതപരിവർത്തന നിരോധന ദിനം ഇന്ന് ദുരുപയോഗിക്കപ്പെട്ടിട്ട് പലയിടത്തും പ്രശ്നങ്ങളുള്ളതുപോലെ ഈ പുതിയ നിയമവും ദുരുപയോഗിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമാണോ എന്ന് സംശയിക്കുന്നു. ഇതിൽ പല സ്ഥാപനങ്ങളും വിശ്വാസ സമൂഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അതിലൊരു അല്പമെങ്കിലും ഈ ഇത്തരം ഫണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഏറ്റെടുക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. പാർഷ്യലി ആ എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും ഏറ്റെടുക്കുന്ന പറയുന്നത്. അപ്പോൾ വലിയ വിശ്വാസികളുടെ ആ വലിയ അധ്വാനം പോലും പലപ്പോഴും സർക്കാർ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് ഞങ്ങൾ മാസ്റ്റർ പറഞ്ഞൊരു സ്കൂൾ തുടങ്ങി. ആ സ്കൂളിന് സ്വത്ത് പള്ളിയുടെ സ്വത്തായിരിക്കും. സ്കൂളിന്റെ കെട്ടിടം പണിയുന്നതിന് ഒരു 50 ലക്ഷം ചിലവായിട്ടുണ്ടെങ്കിൽ, 1 കോടി ചിലവായിട്ടുണ്ടെങ്കിൽ അതിലൊരു 5% ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഫോറിൻ ഫണ്ടിൽ നിന്ന് വന്നായിരിക്കാം. അതൊക്കെ ആണെങ്കിലും ഈ ക്ലോസ് ക്ലിയർ അല്ല. ഇത് എത്ര കൊല്ലം മുമ്പുള്ളതാണെങ്കിലും ഇത് പിടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള വ്യാഖ്യാനം, ഇതെല്ലാം വ്യാഖ്യാനമാണല്ലോ. അങ്ങനെയുള്ള ക്ലോസുകൾ വരുമ്പോൾ ആശങ്കയുണ്ട്. സമയപരിധി പറഞ്ഞിട്ടില്ല. ഇത് ഇൻ ജനറൽ ആശങ്കയുള്ളതാക്കുന്നതാണ്. ഇൻ ജനറൽ. അപ്പോൾ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്, അതായത് സമയപരിധി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ആശങ്കകളായി. ഇനി മറ്റേ നേരത്തെ തന്നെ ഇത് മഹാഭൂരിപക്ഷം അതിൻ്റെ മെജോറിറ്റി എക്സ്പെൻസ് ആ സംഘടന അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ സംഘടന ചെയ്തു കഴിഞ്ഞിട്ട് ഇനി ഇത് ചെറിയൊരു എമൗണ്ട് കിട്ടിയതിന് ഇത് മുഴുവൻ പിടിച്ചടക്കുന്നു പറഞ്ഞാൽ അതും ഗൗരവമായ തെറ്റാണ്, അനീതിയാണ്. ഇതാണ് പറയാനുള്ളത്. നിലവിലുള്ള FCR നിയമം തന്നെ വളരെ സ്ട്രിക്റ്റാണ്. നിലവിലുള്ള FCR വളരെ സ്ട്രിക്റ്റാണ്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു പുതിയ നിയമം പെട്ടെന്ന് കൊണ്ടുപോകുന്നതെന്നൊരു ചോദ്യം. എന്തിനാ പുതിയ നിയമങ്ങൾ? ഇന്ത്യൻ ഭരണഘടന തന്നെ വളരെ നല്ലതാണ്. പിന്നെ എന്തിനാ പ്രത്യേകിച്ചൊരു മറ്റേ മതപരിവർത്തന നിരോധന പുതിയൊരു നിയമത്തിൻ്റെ എന്താണ്? നിർബന്ധിത മതപരിവർത്തനം എല്ലാവരും എതിർക്കുന്നു, ഭരണഘടന അനുസരിച്ച് എതിർക്കുന്നു. അപ്പോൾ ഈ പുതിയൊരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ദുരുപയോഗിച്ചുകൊണ്ട് ചിലരെ ടാർഗറ്റ് ചെയ്യുന്നതൊരു പേടിയുണ്ട്. ഇതാണ് പറഞ്ഞത്. ഇങ്ങനൊരു ബില്ലിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ആശങ്ക ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും അറിയിക്കുന്നു. ഡൽഹിയിൽ CBCI വ്യക്തമായി തന്നെ അറിയിച്ചു. കേരളത്തിൽ ഇത് കേരള സഭ ഇവിടെ പലരും അവതരിപ്പിച്ചു കഴിഞ്ഞു. അകത്തോലിക്ക വിഭാഗങ്ങൾ, ഓർത്തഡോക്സ്, അവരും അവരുടെ വശം പറഞ്ഞു. ഇതിനേക്കാൾ ഉപരി ആരും അറിയാത്ത ഒന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകളുണ്ടല്ലോ, അവർ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ അതിനെതിരെ കാര്യം ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷത്തെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കാമെങ്കിലും ചെറുത്തുനിൽപ്പ് വേദനയുണ്ടെങ്കിൽ എന്തിനാ ഈ ക്രിസ്തു ചോദിച്ച മാതിരി എന്തിനാ അടിച്ചതെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കേണ്ടി വന്നാൽ ചോദിക്കും. ഫണ്ടിങ് തടയാൻ മാത്രമാണ് ഈ നിയമം, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ക്രിസ്ത്യൻ സഭകളെയോ സംഘടനകളെയോ ബാധിക്കില്ലെന്ന്
തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വളരെ മനോഹരമായ വാക്കുകളിൽ തന്നെ പറയും ഇത് നിർബന്ധം, ഐഡിയൽ പറയുന്നു, പക്ഷെ പ്രായോഗികതയിൽ എന്താ ചെയ്യുന്നത്? ഈ FCRA ഒരുപാട് സംഘടനകളുടെ അത് ക്യാൻസൽ ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളാണ്. ഒരു ചെറിയ ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ കാരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാക്കി ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണെന്ന് പറയുന്ന തിയറി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊരു കോമ ശരിയല്ല, അതിൻ്റെ കംപ്ലീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിലേക്കൊന്ന് ആഡ് ചെയ്യാവുന്ന ഇതാണ്, FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയോ സ്വമേധയാ ഉപേക്ഷിക്കുകയോ റിന്യൂ ചെയ്യാതിരിക്കുകയോ ഏതവസ്ഥയിലും ഈ നിയമം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ചിരുന്ന ഒരു സംഘടന ഏതെങ്കിലും ഒരു വർഷത്തിൽ അവർക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവർ നോക്കുമ്പോൾ അവർക്ക് ആരും വിദേശത്ത് നിന്ന് സംഭാവന തരുന്നില്ല. അവർ സ്വമേധയാ അത് സറണ്ടർ ചെയ്താൽ പോലും അതിനേക്ക് ഇഫക്റ്റ് വേണം. അല്ലാതെ ഒരു വയലേഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്യൂണിറ്റീവ് ആക്ഷൻ ആയിട്ടല്ല ഈ ബില്ലിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. അച്ഛനൊരു കാര്യം പറഞ്ഞു, ഡിക്ലറേഷൻ, അതായത് ഞങ്ങൾ ഇനി എടുക്കുന്നില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുക, അത്തരത്തിലുള്ള ഏതെങ്കിലും സജഷൻസ് ചർച്ചിന്റെ ഭാഗത്ത് നിന്ന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങൾ ഒരു ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റായിട്ടും ഒക്കെയുള്ള ഒരു ചർച്ചയ്ക്ക്, കാരണം ഇപ്പോൾ ഡ്രാഫ്റ്റ് ബില്ല് വന്നു, തീർച്ചയായിട്ടും ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടും. അതിനിടയ്ക്ക് നമ്മുടെ പാർലമെന്റേറിയൻസ് ആയിട്ടൊക്കെ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനും പാർലമെന്റിൽ ഇതിലെ ആശങ്കയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെയുള്ള ഒരു വേദി ഒരുങ്ങും, അതിനുള്ള സമയം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ പൊളിറ്റിക്കൽ എലക്ഷൻ ബാക്ക്ഗ്രൗണ്ടിൽ MP-മാരെ ഒന്നും കാണാൻ പോലും കിട്ടാനില്ല. അപ്പോഴാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ റിന്യൂ അല്ലെങ്കിൽ നമുക്ക് കാശ് കിട്ടാത്തതിന്റെ പേരിൽ പറഞ്ഞു അച്ഛന് ഇതിനെ അറിയാം. അത് ഞാൻ അവതരിപ്പിച്ചു. അതായത് ഞങ്ങളുടെ തൃശ്ശൂർ ഉപതയുടെ ചില പോയത് 1-2 സ്ഥാപനങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതിന് കാരണമായിട്ട് അവർ എഴുതിയത് കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾക്ക് ഫണ്ടൊന്നും ലഭിച്ചിട്ടില്ല, അതിന് കാരണം കാണിക്കാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വേറെ ആരും ഫണ്ട് തരാനായിട്ട് ആരും സോഴ്സുകളില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ബാക്കി നിയമപ്രകാരം കൊടുക്കേണ്ട റിട്ടേൺസും എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് അതിൻ്റെ റിന്യൂവൽ പുതുക്കി തന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു ടാർഗറ്റഡ് മൂവ് അല്ലേ എന്ന് സംശയിക്കാവുന്ന മേഖലകളാണ്. ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് എതിരായിട്ടുള്ള അറ്റാക്കുകളായാലും ഇത്തരം പ്രശ്നങ്ങളായാലും ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ ആശങ്ക അറിയിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കം നമ്മളോട് എപ്പോഴും പറയാറുള്ളത് BJP ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ എപ്പോഴും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെയാണ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. പക്ഷെ ആക്ഷൻ എല്ലായ്പ്പോഴും പല സമയത്തും അതിനെതിരായിട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ചർച്ച അതിനോട്? ശരിയാണ്, കേരളത്തിൽ നിന്നുള്ളവർ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമുണ്ടാക്കില്ല, ഞങ്ങളൊക്കെ നോക്കിയോളാം എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്നുണ്ട്. വളരെ നല്ല മനുഷ്യരുണ്ട്. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും ഇവരൊന്നുമല്ല. കേന്ദ്രത്തിലിരിക്കുന്ന ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയാത്ത, ചരിത്രം അറിയാത്ത, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയാത്ത വ്യക്തികൾ അവരുടേതായ ചിന്താരീതികൾ കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നവർ ഇതൊന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാഷ്ട്രത്തെ നിർമ്മിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുന്ന മതസ്ഥാപനങ്ങളെ സന്നദ്ധ സംഘടനകളൊക്കെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഇവിടെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയണേ. അവരൊക്കെ എപ്പോഴും നമ്മളോട് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോട് സ്നേഹമായിട്ടല്ലേ ഞങ്ങൾ, അങ്ങനെ തന്നെയല്ലേ നമ്മളൊക്കെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ സ്നേഹമായിട്ടാണ് പോണേ. നിലവിൽ തന്നെ കർശനമായ വ്യവസ്ഥകളോടെയാണ് ഈ നിയമം ഉള്ളത് നിലവിൽ തന്നെ. എന്നിട്ട് പോലും അത് വീണ്ടും കർശനമാക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് നമുക്ക് സംശയത്തോടെ നോക്കി കാണേണ്ടി വരുന്നത്. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഇപ്പോഴത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഞങ്ങൾ ദയവ് ചെയ്ത് ഞാനതിൽ ഒന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അതാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ഞാനത് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്, ആശംസകൾ. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അച്ഛൻ കത്തോലിക്ക കോൺഗ്രസിന്റെ തൃശ്ശൂർ അതിരൂപതയുടെ ഡയറക്ടറാണ് ഫാദർ ഫ്രാൻസിസ് പള്ളി. അച്ഛന് 2 റോളുണ്ട്. ഇപ്പോൾ ഈ FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യം എനിക്കല്ല, ഞാൻ എല്ലാ അച്ഛനോട് ചോദിക്കണം. അച്ഛനാണ് തൃശ്ശൂർ ഉപതയുടെ ഫൈനാൻസ് ഓഫീസർ. അച്ഛൻ ജൂബിലിയുടെ ഡയറക്ടറായിട്ട് ദീർഘകാലം
ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം ബസലിക്ക പള്ളിയിലെ വികാരിയായി എൻ്റെ ഇടയ്ക്ക് 3 കൊല്ലം. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഫിനാൻസ് ഓഫീസറായി. മാത്രമല്ല അച്ഛനാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ആണ് ഇപ്പോൾ എല്ലാത്തിനും സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുക. അതിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ ജോഷി മാഷ് ഞങ്ങളുടെ പാസ്റ്റൽ കൗൺസിലിൻ്റെ സെക്രട്ടറി, ഞങ്ങളുടെ അൽമായ. ഇത് രണ്ട് നേതാക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ജോഷി വടക്ക്. ജോഷി ഈ 3 സ്ഥാപനങ്ങളാണ് രൂപതയുടെ കീഴിൽ ഇപ്പോൾ റിന്യൂവൽ ചെയ്യാതിരിക്കുന്നത്. പിന്നെ നമ്മുടെ പല കോൺവെന്റുകൾക്കും പല സ്ഥാപനങ്ങൾക്കും റിന്യൂവൽ നിഷേധിച്ചിട്ടുണ്ട്. കാരണം 2021 ഒരു റിന്യൂവൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2026 വീണ്ടും 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും റിന്യൂവലിന്റെ സമയമാണ്. 5 കൊല്ലത്തിലേക്ക് കേരളത്തിൽ അന്വേഷിച്ചപ്പോൾ ഈവൻ ഇതിൻ്റെ കേരള KCBCയുടെ റിന്യൂ ചെയ്തു. അതും റിന്യൂഡ് അല്ലായിരുന്നു, പിന്നാലെ നടക്കായിരുന്നു. മൗണ്ട് സെൻറ്റ് തോമസിലെ സീറോ മലബാർ സഭയുടെ അടുത്ത് റിന്യൂ ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞത് വർഷങ്ങളാണ് പിന്നാലെ നടക്കണത്. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ക്യാൻസൽഡ് ആയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. രൂപതയുടെ എല്ലാ റിട്ടേൺസും മെറ്റിക്കുലസ് ആയിട്ട് റിട്ടേൺസ് ആയിരിക്കും. ഇല്ല, നമ്മൾ അങ്ങനെ തൃശ്ശൂർ രൂപതയ്ക്കില്ല. ഇനി മറ്റു രൂപതകളിൽ അവർ അന്വേഷിക്കും. ചിലരൊക്കെ ചോദിക്കേണ്ട എന്തെങ്കിലും പോയിട്ടുള്ള രൂപതകളുണ്ട്. കേരളത്തിൽ തന്നെ ചില രൂപതകളുടെ റിന്യൂ ചെയ്യാത്തത് ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യയിലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊരു മിഷണറി ആക്ടിവിറ്റീസിനെ തടയിടാനുള്ള ഒരു പ്ലാൻഡ് ഒരു ഫ്രെയിംവർക്ക് കൂടിയാണ്. എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആശങ്ക ഉള്ളവർ പലരും പറഞ്ഞു. ഞാനിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മാറിയത്. പക്ഷെ അതിനു മുമ്പ് നോർത്ത് ഇന്ത്യയിലെ പല ബിഷപ്സും എന്നോട് ഞങ്ങളൊക്കെ ഒരു ആശങ്കകൾ, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ മണിപ്പൂർ പോയിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞ് ദയവ് ചെയ്ത് ഒന്നും പരസ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറയരുത്, നിങ്ങൾക്ക് ഇവിടുന്ന് പറഞ്ഞു പോകാം, പക്ഷെ അത് കഴിഞ്ഞാൽ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്കും അവരൊക്കെ കുറേയൊക്കെ ആശങ്കയിൽ ഉള്ള വ്യക്തികളുണ്ട്. അത് എന്നോട് വ്യക്തിപരമായി CBCI പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വ്യക്തിപരം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ചിലരൊക്കെ സൂചിപ്പിക്കുന്നു. ഞാനിപ്പോൾ പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് അധികം ഇൻവോൾവ് അല്ല. ഞാൻ അങ്ങനെ ഒരു സർക്കാരിൻ്റെ ആക്രമണമല്ല ഇത്. ഇപ്പോൾ അവിടുത്തെ പുതിയ നിയമം വന്നു കഴിയുമ്പോൾ ഇത് ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു പാർട്ടീനോ അതിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോൾ CBCI പ്രസിഡൻ്റായിരുന്നപ്പോൾ എല്ലാവരായിട്ടും ഞാൻ ഒരു 3-4 പ്രാവശ്യമെങ്കിലും മോഡിയായിട്ട് ഒഫീഷ്യലായിട്ടൊരു സംസാരത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആശങ്കയൊക്കെ എല്ലായ്പ്പോഴും എഴുതി കൊടുത്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.